ഇന്ന് നവംബർ 25. ഏവർക്കും VPK ലേണിംഗ്സിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം നവംബർ 25. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സൂര്യകാന്ത്. 2027 ഫെബ്രുവരി 7 വരെയാണ് കാലാവധി. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഏറ്റവും പുതിയ ക്രിമിനൽ നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ വികസിപ്പിച്ചെടുത്ത വെബ് പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും ഉൾപ്പെടുന്ന ഒരു നൂതന തെളിവ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇ-സാക്ഷ്യ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഒരു രഹസ്യ ബ്രിട്ടീഷ് ഏജന്റായി ഫ്രഞ്ച് പ്രതിരോധത്തിൽ വഹിച്ച പന്തിന് ഫ്രാൻസ് സ്മാരക തപാൽ സ്റ്റാമ്പ് നൽകി ആദരിച്ച ഏക ഇന്ത്യൻ വംശജയായ വനിത നൂർ ഇനായത്ത് ഖാൻ. ഫ്രാൻസ് പുറത്തിറക്കിയ സ്മാരക തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വംശജയായ വനിതയാണ് നൂർ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 നവംബറിലാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അടുത്തിടെ 300 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മരതകം കണ്ടെത്തിയ രാജ്യം മഡഗാസ്കർ. കാഴ്ചപരിമിതരുടെ ആദ്യ വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ വിജയികളായത് ഇന്ത്യ. നേപ്പാളിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. 2025 വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. 2025 നവംബറിൽ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ ഫുട്ബോൾ താരം റയാൻ വില്യംസ്. ദേശീയ ടീമിൽ കളിക്കാൻ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്ന രണ്ടാമത്തെ വിദേശ ഫുട്ബോൾ കളിക്കാരനാണ് റയാൻ. ആദ്യത്തേത് ആരാത്ത ഇസുമി, ജപ്പാൻ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ നയിക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഇനി ഇന്നലത്തെ ആനുകാലികത്തിൽ നിന്നുള്ള ചോദ്യം. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസാരഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യമേത്? ഉത്തരം കമന്റ് ചെയ്യൂ. ഇന്നലത്തെ വിജയി ആദിശ്രീ. ഡെയിലി കറന്റ് അഫയേഴ്സ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.